നമസ്കാരം. നടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ നടൻ മുകേഷിന്റെ MLA സ്ഥാനത്തു നിന്നുള്ള രാജിയിൽ CPMൽ ചർച്ച തുടരും. കൊല്ലത്തെ നേതാക്കളുടെ നിലപാട് നിർണായകമാകും. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ശനിയാഴ്ച ഉണ്ടായേക്കും. വെള്ളിയാഴ്ച ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുകേഷിന്റെ രാജിക്കാര്യം ചർച്ച ചെയ്തില്ല. വരാനിരിക്കുന്ന പാർട്ടി സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ചയായത്. ശനിയാഴ്ച ചേരുന്ന സംസ്ഥാന സമിതിയിലാവും മുകേഷിന്റെ രാജി സംബന്ധിച്ച് തീരുമാനമുണ്ടാവുക. കൊല്ലത്ത് നിന്നുള്ള നേതാക്കളുടെ നിലപാട് നിർണായകമാകും. മുകേഷ് രാജിവെക്കണമെന്ന നിലപാടിൽ പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് ഉറച്ചു നിൽക്കുകയാണ്. ഇതിനൊപ്പം CPIയും പ്രതിഷേധത്തിലാണ്. മുകേഷിന്റെ രാജിയുണ്ടായാൽ അത് കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കും. ആ ഉപതെരഞ്ഞെടുപ്പിൽ CPMന് ജനസാധ്യത എത്രത്തോളം ഉണ്ടെന്നാണ് പ്രധാനമായും CPM പരിശോധിക്കുന്നത്. കൊല്ലത്ത് നിന്നുള്ള നേതാക്കളടക്കം സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കുന്നുമുണ്ട്. മുകേഷ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിഷയത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് സംസ്ഥാന സമിതി യോഗത്തോടെ തീരുമാനമുണ്ടായേക്കും. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെങ്കിൽ മാറി നിൽക്കാൻ തയ്യാറാണെന്ന് മുകേഷ് പാർട്ടിയെ അറിയിച്ചതാണ്. എന്നാൽ ലൈംഗികാതിക്രമ ആരോപണം കെട്ടിച്ചമച്ചതാണെന്നും തനിക്ക് അനുകൂലമായ തെളിവുകൾ കയ്യിലുണ്ടെന്നുമാണ് മുകേഷിന്റെ നിലപാട്. ഇത് മുഖ്യമന്ത്രിയെയും അറിയിച്ചിട്ടുണ്ട്. ലൈംഗികാരോപണ വിധേയരായ 2 കോൺഗ്രസ് MLAമാർ രാജിവെച്ചില്ലല്ലോ എന്നായിരുന്നു മുകേഷിന്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം LDF കൺവീനർ EP ജയരാജൻ ഉയർത്തിയ പ്രതിരോധം. ഇതിനെ പരോക്ഷമായി തള്ളുന്നതായിരുന്നു വൃന്ദ കാരാട്ടിന്റെ നിലപാട്. അവർ ചെയ്തതുകൊണ്ട് നമ്മളും അങ്ങനെ ചെയ്യുന്നുവെന്ന നിലപാടല്ല കൈക്കൊള്ളേണ്ടത് എന്നാണ് വൃന്ദ കാരാട്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറയുന്നത്. ഇത് കേരളത്തിലെ CPMനെ വെട്ടിലാക്കുകയും ചെയ്തു. പ്രകാശ് കാരാട്ടും ഉറച്ച നിലപാടിലാണ്. മുകേഷിന്റെ രാജി ആവശ്യപ്പെടണമെന്ന നിലപാടായിരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന CPI നിർവാഹക സമിതിയിൽ ഭൂരിപക്ഷത്തിനുണ്ടായിരുന്നത്. ഇതും ഇടതുപക്ഷത്ത് ആശങ്കക്കുഴപ്പമാണ്. CPI-CPM തർക്കമില്ലെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പരസ്യ പ്രതികരണം. മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ആനി രാജ രംഗത്തെത്തിയിരുന്നു. എന്നാൽ കേരളത്തിലെ CPIയുടെ നിലപാട് പറയേണ്ടത് പാർട്ടി സെക്രട്ടറിയാണെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ നിലപാട്. ഇതെല്ലാം CPIയിലെ വിരുദ്ധ നിലപാടുകളായി നിറയുന്നുമുണ്ട്. മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള നടപടികളുമായി മുകേഷും അന്വേഷണ നടപടികളുമായി പ്രത്യേക അന്വേഷണ സംഘവും മുന്നോട്ടു പോവുകയാണ്. മുകേഷ് വെള്ളിയാഴ്ച കൊച്ചിയിലെത്തി അഭിഭാഷകനെ കണ്ടിരുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാത്ത മുകേഷ് കാറിലെ ഔദ്യോഗിക ബോർഡ് ഒഴിവാക്കിയാണ് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലെത്തിയത്. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാതിരിക്കാൻ രാജിക്ക് തയ്യാറാണെന്ന് CPMനെ മുകേഷ് അറിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് MLA ബോർഡ് മാറ്റിയതെന്ന വിലയിരുത്തലും സജീവമാണ്.